ഇന്ത്യയുടെ മിസൈൽ കരുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് ബ്രഹ്മോസ് എന്ന പേരായിരിക്കും. എന്നാൽ ബ്രഹ്മോസിനപ്പുറം അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വിപുലമായ ഒരു മിസൈൽ ശൃംഖല തന്നെ ഭാരതത്തിനുണ്ട്. 4 കിലോമീറ്റർ അകലെയുള്ള ശത്രു ടാങ്കുകൾ തകർക്കുന്ന തന്ത്രപ്രധാന ആയുധങ്ങൾ മുതൽ 5000 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ. കരയിലും വായുവിലും കടലിനിടയിലും ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 മിസൈൽ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നു. വെൽക്കം ടു എലിഫന്റ് തിങ്സ്. സ്ഥാനത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മാർക്ക് 1 ആണ്. പൈലറ്റിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്ര ദൂരത്തുള്ള ശത്രു വിമാനങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള BVR മിസൈലാണിത്. മാക് 4.5 വേഗതയിൽ സഞ്ചരിക്കുന്ന അസ്ത്ര, സുഖോയ്, തേജസ് വിമാനങ്ങളുടെ വ്യോമാധിപത്യം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 9ാം സ്ഥാനത്ത് ഇന്ത്യയുടെ നാക് മിസൈലാണ്. ശത്രുവിന്റെ കവചിത വാഹനങ്ങളും ടാങ്കുകളും തകർക്കാൻ വികസിപ്പിച്ച ഈ മിസൈലിന്റെ പ്രധാന സവിശേഷത ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയാണ്. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്വയം വഴികാട്ടി സഞ്ചരിക്കാൻ ഇതിലെ ഇൻഫ്രാറെഡ് സീക്കറിന് സാധിക്കും. ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇതിന്റെ വകഭേദമാണ് ഹെലിന. 8ാം സ്ഥാനത്ത് ഇന്ത്യയുടെ ആദ്യ ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 1. ഒരു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ കേന്ദ്രങ്ങളെയും നിർവീര്യമാക്കുക എന്നതാണ് ഇതിന്റെ ചുമതല. ശത്രു റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ പിന്തുടർന്ന് ചെന്ന് അവയെ തകർക്കാൻ രുദ്രം 1ന് പ്രത്യേക കഴിവുണ്ട്. 7ാം സ്ഥാനത്ത് ഇന്ത്യ പുതുതായി വിന്യസിക്കുന്ന പ്രളയ്. ഇതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചാരപഥത്തിനിടയിൽ വെച്ച് ദിശ മാറാൻ ഇതിന് സാധിക്കും. ഇത് ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുന്നത് സങ്കീർണമാക്കുന്നു. തന്ത്രപ്രധാനമായ അതിർത്തി മേഖലകളിൽ കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് പ്രളയ് ഉപയോഗിക്കുന്നു. 6ാം സ്ഥാനത്ത് ശൗര്യ. അണ്ടർ വാട്ടർ മിസൈലായ K-15ന്റെ കരയിലധിഷ്ഠിത പതിപ്പാണിത്. കാനിസ്റ്ററുകളിൽ സൂക്ഷിക്കാൻ കഴിയുന്നതിനാൽ ഇവ വളരെ വേഗത്തിൽ വിക്ഷേപണത്തിന് സജ്ജമാക്കാം. ഉയർന്ന വേഗതയും കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും അതിർത്തി മേഖലകളിലെ വേഗത്തിലുള്ള പ്രതികരണത്തിന് ശൗര്യയെ പ്രാപ്തമാക്കുന്നു. 5ാം സ്ഥാനത്ത് ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധത്തിലെ നിർണായക ഘടകമായ K4. INS അരിഹിത് പോലുള്ള ആണവ അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് അഥവാ രണ്ടാമത്തെ തിരിച്ചടി ശേഷിയുടെ നട്ടെല്ലാണ്. കടലിന്റെ ആഴങ്ങളിൽ നിന്നും ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ K4 മിസൈലിന് സാധിക്കും. 4ാം സ്ഥാനത്ത് ഇന്ത്യയുടെ നിർഭയ് മിസൈൽ. താഴ്ന്ന ഉയരത്തിലൂടെ ഭൂപ്രകൃതിക്ക് അനുസൃതമായി വഴിമാറി പറക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണിത്. ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ നിരീക്ഷണ പറക്കൽ നടത്തി കൃത്യമായ നിമിഷത്തിൽ ആക്രമണം നടത്താനുള്ള ലോയിറ്ററിംഗ് ശേഷിയും നിർഭയ് മിസൈലിനുണ്ട്. 3ാം സ്ഥാനത്ത് ഇന്ത്യയുടെ പുതിയ തലമുറ മിസൈലായ അഗ്നി പ്രൈം. പഴയ അഗ്നി 1, അഗ്നി 2 മിസൈലുകൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തതാണിത്. ഭാരം കുറഞ്ഞ കോമ്പോസിറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാനിസ്റ്റർ സംവിധാനമുള്ളതിനാൽ റെയിൽ, റോഡ് മാർഗങ്ങളിലൂടെ എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിക്ഷേപിക്കാനും സാധിക്കും. 2ാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഏറ്റവും ജനപ്രിയവും പ്രവർത്തനക്ഷമവുമായ ബ്രഹ്മോസ്. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPOയും ചേർന്ന് വികസിപ്പിച്ച ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. റാംജെറ്റ് എഞ്ചിനിന്റെ കരുത്തിൽ പറക്കുന്ന ബ്രഹ്മോസ് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന ത്രിസേന കരുത്താണ്. 1ാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനമായ അഗ്നി 5. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധ നയത്തിന്റെ പ്രധാന ചിഹ്നമാണ്. അടുത്തിടെ മിഷൻ ദിവ്യാശ്രയിലൂടെ ഇതിൽ MIRV സാങ്കേതിക വിദ്യയും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ സുരക്ഷാ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന തലമാണിത്. ഈ 10 മിസൈൽ സംവിധാനങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട പട്ടികയല്ല, മറിച്ച് സാങ്കേതികമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിരോധ ശൃംഖലയാണ്. അതിർത്തിയിലെ പ്രതിരോധം ഉറപ്പാക്കുക, ആഗോളതലത്തിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവയാണ് ഈ സംവിധാനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഈ 10 മിസൈൽ സംവിധാനങ്ങളിൽ ഏതിന്റെ സാങ്കേതിക വിദ്യയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള ആധികാരികമായ പ്രതിരോധ സാങ്കേതിക വിശകലനങ്ങൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.